സംസ്ഥാനത്ത് സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് വാക്സിൻ നൽകും. ആരോഗ്യ, വിദ്യാഭ്യാസ, തദ്ദേശ വകുപ്പുകൾ സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുക. ആലപ്പുഴ, വയനാട് ജില്ലകളിലാണ് ആദ്യഘട്ട വാക്സിനേഷൻ. MG പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാനത്ത് സ്തനാർബുദ ക്യാൻസർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കുണ്ടാകുന്ന അസുഖമാണ് സെർവിക്കൽ ക്യാൻസർ. ഈ സെർവിക്കൽ ക്യാൻസർ തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായാണ് കർമ്മ പദ്ധതി സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. 2021 സംസ്ഥാന ക്യാൻസർ ബോർഡുമായി ചേർന്ന് മുഖ്യമന്ത്രി ഒരു യോഗം നടത്തുകയും അതിന്റെ തുടർ നടപടികളിലേക്ക് ആരോഗ്യവകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് ഈ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനായി വാക്സിൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആലപ്പുഴ, വയനാട് ജില്ലകളിലാണ് വാക്സിൻ നൽകുന്നത്. 3 ഡോസ് വാക്സിനാണ് +1, +2 വിദ്യാർത്ഥിനികൾക്കായി നൽകുന്നത്. ഒരു ഡോസിന് 2000 രൂപ വരെ ചെലവ് വരുന്ന വാക്സിൻ നൽകും. ഇതിന്റെ പൂർണ്ണ ചെലവ് സംസ്ഥാനമാണ് വഹിക്കുന്നത്. ആരോഗ്യ, വിദ്യാഭ്യാസ, തദ്ദേശ വകുപ്പുകൾ സംയുക്തമായി ഈ പദ്ധതി നടപ്പാക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം ഉത്തരവ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാക്സിൻ നൽകുന്നതിലൂടെ ഹ്യൂമൻ പെപ്പിലോമ വാക്സിൻ ഈ നൽകുന്നത്. ഈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം ഈ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലടക്കം 9 വയസ്സ് മുതൽ ഈ പെൺകുട്ടികൾക്ക് ഹ്യൂമൻ പെപ്പിലോമ വാക്സിൻ നൽകുന്നുണ്ട്. ഇത് ഈ സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനും ശരീരത്തിൽ ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കാനും വളരെ മികച്ച വാക്സിനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളത്തിലും ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 2 ജില്ലകളിൽ നടപ്പാക്കും. തുടർന്ന് ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലൂടെ സെർവിക്കൽ ക്യാൻസർ സംസ്ഥാനത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കാൻ കഴിയുമെന്നതാണ് ആരോഗ്യവകുപ്പും കണക്ക് കൂട്ടുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എത്രയും വേഗം തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. SK. താങ്ക് യു പ്രതീഷ്.